ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് മേക്കിങ്ങിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പുൽക്കൂട് എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ചാനൽ മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ പണിയിലേക്ക് കിടക്കാം. ഇതാണ് ഫ്രണ്ട്സ്, ഞാൻ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയ പുൽക്കൂടാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം പോയി കിടക്കുകയാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാനുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം ഇതിൻ്റെ എല്ലാം ഇളകി പോയി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യം നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കണം. ഈ പുൽക്കൂട് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മൊത്തം കാർഡ്ബോർഡ് കൊണ്ടാണ്. ഈ കാർഡ്ബോർഡ് ഞാൻ ഇവിടെ ഒട്ടിച്ചൊട്ടിച്ചാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം കറക്റ്റ് ജനാല പോലാണ്, ഇവിടെ ഒരു ജനാല പോലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന പണി എന്താണെന്ന് വെച്ചാൽ ഇവിടെ കിഴുത്തയുണ്ട്. അപ്പോൾ ആ കിഴുത്ത നമുക്ക് അടയ്ക്കണം. ടിഷ്യൂ പേപ്പർ കൊണ്ടാണ് നമ്മൾ അടയ്ക്കാൻ പോകുന്നത്. പിന്നെ ഈ മേൽക്കൂര വെക്കുമ്പോൾ ഇത് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നമുക്കൊരു ഫ്രെയിം പണിതിട്ട് അതിൻ്റെ മേളിൽ വേണം ഇത് വെക്കാൻ. അപ്പോൾ അതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആദ്യം തന്നെ പുൽക്കൂട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്ന പണിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു പശ വേണം. ഞാൻ ഇവിടെ കോൾഗ്രിപ്പ് എന്ന് പറയുന്ന ഒരു പശയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്കോൾ വേണമെങ്കിൽ എടുക്കാം. ഈ പശയ്ക്കകത്ത് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം വെള്ളമാക്കുക. എന്നിട്ട് ആ ടിഷ്യൂ പേപ്പർ കൊണ്ട് നിങ്ങൾ പുൽക്കൂടിൻ്റെ എവിടെയെങ്കിലും കിഴുത്തിയോ ചുളുങ്ങിയോ എല്ലാം കിടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഇത് ടിഷ്യൂ പേപ്പർ ഒന്ന് തേക്കുക. എന്നിട്ട് തേച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ല വെയിലത്ത് ഒന്ന് ഉണക്കാൻ വെക്കുക. അപ്പോൾ ഇത് നല്ലോണം ഉണങ്ങി കിട്ടും. ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ പുൽക്കൂടിൻ്റെ കിഴുത്തുള്ള ഭാഗത്തെല്ലാം ടിഷ്യൂ പേപ്പർ കൊണ്ട് അടച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാം അടച്ചപ്പോൾ ഇതെല്ലാം നല്ല രീതിയിലായിട്ടുണ്ട്. ഇവിടെ എല്ലാം കാർഡ്ബോർഡിൻ്റെ കിഴുത്തുണ്ടായതെല്ലാം ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് അടച്ച് ഇതെല്ലാം വളർന്നിരുന്ന് നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസം വെയിലത്ത് വെച്ച് നല്ലോണം ഉണക്കിയതാണ്, അതുകൊണ്ട് ഇത്ര സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പെയിന്റ് അടിക്കുന്ന പണിയിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പുൽക്കൂട് മൊത്തം പെയിന്റ് അടിച്ചെടുത്തു. ഈ രണ്ട് ഭാഗം ഞാൻ കറുപ്പും ബ്ലാക്കും ചേർത്താണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഭാഗം ഞാൻ നീല ലൈറ്റ് ആക്കിയാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ വെള്ളം കൊണ്ട് ചെറിയ ചെറിയ ഡോട്ടുകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ ഭാഗത്ത് മാത്രം ഞാൻ നല്ലോണം കറുപ്പ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയുണ്ട് പെയിന്റ് അടിക്കുന്ന പണി. അപ്പോൾ ഇനി നമുക്ക് ഫ്രെയിം വെക്കുന്ന പണിയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മൾ പുൽക്കൂടിൻ്റെ പെയിന്റ് മൊത്തം അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് മേൽക്കൂര വെക്കാൻ വേണ്ടി ഉള്ളൊരു ഫ്രെയിം ഉണ്ടാക്കണം. അപ്പോൾ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കനം കുറഞ്ഞ ഒരു സ്ക്വയർ ഷേപ്പിലുള്ള തടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കറക്റ്റ് അളവിൽ മുറിച്ചെടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇത് യോജിപ്പിക്കുന്നത് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് കിഴിച്ചാണ്. അല്ലാതെ നമ്മൾ ഒട്ടിക്കാൻ നോക്കി ഇത് ഒട്ടത്തില്ല. ഞാൻ നോക്കി, പക്ഷെ അത് ഒട്ടിയില്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് കിഴിച്ച് സ്ക്രൂ ഇട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി സ്ക്രൂ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഫ്രെയിമിനുള്ള എല്ലാം ഞാൻ സ്ക്രൂ ചെയ്തെടുത്തു. ഈ നടുഭാഗം ഞാൻ ഗ്ലൂഗൺ വെച്ചാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ടെണ്ണം ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഫ്രെയിം ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ചെറിയ കിഴുത്ത ഇട്ടിട്ടുണ്ട്, അപ്പുറത്തെ സൈഡിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഫ്രെയിം ഒട്ടിക്കാൻ വേണ്ടി ഇവിടെ ഇച്ചിരി ഗ്ലൂഗൺ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സ്റ്റിക്കിൻ്റെ ഈ ഭാഗം ചേർന്ന് വരുന്നിടത്തും ഒഴിച്ചിട്ടു. അപ്പോൾ ഈ കാർഡ്ബോർഡും സ്റ്റിക്കിൻ്റെ തടിയായിട്ട് ഒട്ടിയിരുന്നോളൂ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പുൽക്കൂടിൻ്റെ പണി മൊത്തം കഴിഞ്ഞു. ഫ്രെയിമും വെച്ചു, അതിൻ്റെ മേൽക്കൂരയും വെച്ചു. അപ്പോൾ പുൽക്കൂട് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണിലെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇനി ഇതിലും നല്ല വീഡിയോസുമായി കാണുന്നിടം വരെ ഗുഡ് ബൈ.